ഹലോ, ഞാനിനിയും പറയാൻ പോകുന്നത് നിങ്ങളോട് ഒരു പൊതുവായ കാര്യമാണ്. നമ്മുടെ രാജ്യസേവനം നടത്തുന്ന, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന ജവാന്മാരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ആൾക്കാർ, കുറേയേറെ ആൾക്കാരും അത് അവരെ പുച്ഛത്തോടെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എനിക്കും അതിനെപ്പറ്റി വല്ല അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ പട്ടാളം, നമുക്കതിനുള്ള കഴിവും ആരോഗ്യവും പ്രാപ്തിയൊന്നും ഇല്ലാതെ കാരണം ഇവരോടൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഇതുങ്ങളെ അവിടുത്തെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പലരോട് ചോദിച്ചു. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ആൾ തന്നെ മിലിറ്ററി സർവീസ് ജോലി ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പം അവരോരോരോ കാര്യങ്ങൾ നമ്മളോട് പറയും. ജീവശ്വാസം പോലും നമുക്ക് കിട്ടാൻ വയ്യാതെ മഞ്ഞുമലയിലെ നമ്മൾ തീരെ തുച്ഛമായ വലിയ ഭാരമാണ്, എത്ര കിലോയാണെന്ന് എനിക്കറിയത്തില്ല, അത് തൂക്കിയാണ് ഇതുങ്ങൾ നടക്കുന്നത്. ജീവശ്വാസം കിട്ടാത്തിടത്ത് ഈ ഭാരം തൂക്കി അതിഭയങ്കരമായ പർവ്വതങ്ങളിൽ ഇത് പോകും. മഞ്ഞുമല ഇടിഞ്ഞും അങ്ങനെ ഇങ്ങനെ സ്ലിപ്പായും അങ്ങനെ മറ്റ് അപകടങ്ങളുണ്ടായും ഇവരൊക്കെ മരിച്ചു പോകും. മരിച്ചു പോകുമ്പോൾ അന്നേരം എല്ലാവരും നല്ല രീതിയിലൊക്കെ പറഞ്ഞ് ആചാരങ്ങളോട് കൂടി കൊണ്ടുവന്ന് ഇതുങ്ങളെ അടക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും അറിയത്തില്ല, നിങ്ങളുടെയൊക്കെ കുടുംബകാര്യങ്ങളും ആരും അറിയുന്നില്ല. ഇതുങ്ങളുടെയൊക്കെ ഭാവി കുഞ്ഞുങ്ങളോ മറ്റു വീട്ടുകാരോ ജീവിക്കുന്നത് എങ്ങനെയാണെന്നോ ആർക്കും അറിയത്തില്ല. ഇവർക്ക് ഈ കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് കയ്യിലെ മാംസങ്ങൾ മുഴുവൻ ദ്രവിച്ചിട്ട് അൺഫിറ്റായിട്ട് അസ്ഥി മാത്രമായിട്ട് പിന്നെ വേർതിരിഞ്ഞിട്ട് പിന്നെ ഇവരെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ട ഒരു ജവാൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇതുങ്ങളവിടെ നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അതുങ്ങളവിടെ കിടന്ന് പിന്നെ അതിഭയങ്കര ജീവനെ അവരെ സത്യത്തിൽ അവരുടെ ജീവൻ അവർ കൈ വെച്ചുകൊണ്ട് തന്നെയാണ് ഏത് സമയത്തും അവർ പോകും. കാരണം മറുസൈഡിൽ നിന്ന് എപ്പോഴാണ് അവർ ആക്രമണം ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. അതുങ്ങളെ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഒരു നേരം ചിന്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചിന്തിച്ചാൽ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദൈവമേ നമുക്ക് വേണ്ടിയിട്ട് അതുങ്ങൾ പോയി കിടക്കുന്നു, അതുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തരുത്. അതെല്ലാം ഓരോരോ കുടുംബത്തിലെ ആൾക്കാരല്ലേ, അതുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അവരുടെ തണലിൽ ഇവിടെ കാണിക്കുന്ന രാഷ്ട്രീയക്കാരും ഇവരുമായിട്ടുള്ള ആൾക്കാർ കാണിക്കുന്ന കൂത്തരങ്ങെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കാരണം അവർക്ക് ഭയപ്പെടാനായില്ല. പണമുണ്ട്, ആളുണ്ട്, സ്വാധീനമുണ്ട്. അവിടെ കിടന്ന് നമ്മൾ അവരുടെ ആ കുഞ്ഞുങ്ങളെ മറ്റൊരു കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണരുത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളാവരും. നമ്മൾ ജനിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കൂട്ട് തന്നെ ചോര നീരും എല്ലാം ഉള്ള ആൾക്കാരാണ് അവർ. അതുങ്ങൾ പോയിക്കണം ആർക്ക് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളം കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആരെയും അതിന് അർഹരല്ല, നമുക്കത് സാധിച്ചിട്ടില്ല, അതിന് റിസ്ക് എന്നാന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ ചുമ്മാതെ എന്തും പറയാം, അവർക്ക് പറയാം. പക്ഷേ അത് അനുഭവിക്കേണ്ട കാര്യം അനുഭവിച്ച് തന്നെ തീരണം. എങ്കിലേ ഓരോരുത്തരും ഇത് മനസ്സിലാക്കുകയുള്ളൂ. ഇത് നമ്മളിൽ ഓരോരുത്തരും അതുങ്ങളെ ഓരോ ഊണിലും ഉറക്കത്തിലും നമ്മൾ അതുങ്ങളെ ചിന്തിക്കുക. അവരുടെ തണലിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. അവരുടെ ഒരു നോട്ടം, ഒറ്റ ശകലം നോട്ടം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാളിപ്പോയാൽ സംഗതി പോക്കാം. അങ്ങനെയാണ് അവരുടെ ജീവിതം. നമ്മൾ ഏറ്റവും ആദരിക്കേണ്ട എല്ലാ മേഖലയിൽ ഉള്ളതിനെക്കാട്ടിലും നമ്മൾ ആദരിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ ജവാന്മാർ, ധീര ജവാന്മാർ. ജയ് ഹിന്ദ്.